പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം, ആയുസ്സി കാണാത്ത ഒരു പുത്തൻ പ്രഭാതം നമുക്ക് ദാനം ചെയ്ത് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ വേദവചന ധ്യാന ചിന്തയിലേക്ക് കടക്കുന്നതിന് ആധാരമായി വേദവചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാമത് വാക്യം. ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥനയിൽ വായിക്കുന്ന അതേ വാക്യം, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. ഇത് ഹോട്ട്ലൈൻ എന്ന് പറയുന്നത് പോലെ എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെടാനുള്ള നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്സസ് ആണ്, ഒരു 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 നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. കാവൽപ്പുരമുറ്റത്ത് യെരൂശലേം അതേ ബാബിലോണിലാൽ തകർക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് കാവൽപ്പുരമുറ്റത്ത് യിരെമ്യാവ് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യിരെമ്യാവിന് ഉണ്ടായ ദൈവിക അരുളപ്പാടാണ് ഈ വചനങ്ങൾ. ആ വാക്ക് പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക. 2, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഒന്നാമത് ഒരു ഇൻവിറ്റേഷൻ അതിനകത്തുണ്ട്, ഒരു ക്ഷണം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഇങ്ങോട്ടൊക്കെ ദൈവം പറയുക, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, എന്നെ വിളിച്ചപേക്ഷിക്കുക. രണ്ടാമത് കർത്താവ് പറയുന്ന ഒരു പ്രോമിസ് ഉണ്ട്. എന്നെ വിളിച്ചപേക്ഷിച്ചു എന്നുള്ളത് പരമാർത്ഥമാണെങ്കിൽ പ്രോമിസ് പറയുന്നു, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഒരു വാക്ക്, ഒരു വാക്തത്വം, ഞാൻ നിനക്ക് ഉത്തരമരുളും. അടുത്തതൊരു പ്രൊവിഷൻ പറയുക, നീ അറിയാത്ത മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് 3 സെന്റൻസുകളേ ഉള്ളൂ, പക്ഷേ അത് കാതലായ 3 സെന്റൻസുകളാണ്. ദൈവത്തോട് എപ്പോഴൊക്കെ വിളിച്ചപേക്ഷിക്കാം, അത് പുതിയ നിയമത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ തക്ക സമയത്ത് സഹായത്തിലുള്ള വരം പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് വരിക. അപ്പൊ എപ്പോഴാ വരേണ്ടത്? അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ. എപ്പോഴാ കരുണ വേണ്ടത്? എപ്പോഴാ ദൈവത്തിന്റെ സാമീപ്യം വേണ്ട? അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ. തക്ക സമയത്ത് സഹായത്തിലുള്ള വരം പ്രാപിപ്പാൻ ധൈര്യത്തോടെ ആ തോൺ ഓഫ് മേഴ്സി, ദൈവത്തിന്റെ കൃപാസനത്തോളം അടുത്ത് വരിക. മാത്രമല്ല, ഇതിന് സമയഭേദമില്ല, സമയ വ്യത്യാസമില്ല. പഴയ നിയമകാലത്തില്, ഓൾഡ് ടെസ്റ്റ്മെന്റ് പീരീഡില് യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പായിട്ട് ഒരു വേർപാടിന്റെ നടിച്ചുവർ, ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. പ്രാകാരത്തിലൊരു വിഭാഗം, വിശുദ്ധ സ്ഥലത്തൊരു വിഭാഗം, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ മാത്രം. ഇതാ വ്യവസ്ഥ. എന്നാൽ യേശു കർത്താവിന്റെ കാൽവറി ക്രൂശു മരണത്തിനകത്ത് തിരശീല മേൽത്തൊട്ടടിയോളം ചിന്തിപ്പോയി. പുതിയ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഏതു സമയത്തും ആ കൃപാസനത്തോടടുത്തു വരുവാൻ, അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ, തക്ക സമയത്ത് സഹായത്തുള്ള വരം പ്രാപിപ്പാൻ ഏതു സമയത്തും കൃപാസനത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാനായിട്ട് സാധിക്കുന്നു. വാക്ക് പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കാം. എപ്പോ? കുഞ്ഞെ, എല്ലാ സമയത്തും. രാവിലെ എഴുന്നേക്കുന്ന ഈ സമയത്ത് കർത്താവിനെ വിളിച്ചുകൊണ്ട് വേണം എഴുന്നേക്കാൻ. നീ പോകുന്ന സമയത്ത് ഈ ദൈവത്തെ വിളിക്കണം. യേശുവിന്റെ നാമം നാവിന്മേൽ എടുക്കണം. യേശുവിന്റെ രക്തത്തിന്റെ ആ ശക്തി നാവിന്മേൽ എടുക്കണം. അതുകൊണ്ട് വേണം പോകാനായിട്ട്. യേശുവിന്റെ വചനം, യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം, ഇത് നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ആ ശബ്ദമായിരിക്കണം, ആ ശക്തിയായിരിക്കണം നമ്മളെ നയിക്കുന്നത്. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. അടുത്ത വാക്ക് പറയുന്നത് മഹത്വവും. അടുത്ത ഒരു പ്രോമിസ്, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഉത്തരമരുളുന്ന ദൈവമാ, ഉത്തരമരുളുന്ന ദൈവമാ. ദൈവം നിനക്ക് ഉത്തരമരുളുമെന്ന്. ഒന്നാമത്തെ ക്ഷണം. രണ്ടാമത്തെ ദൈവത്തിന്റെ പ്രോമിസ്, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഉത്തരം എന്തായാലും ഉണ്ട്. പ്രാർത്ഥനയുടെ ഉത്തരം 3 തരത്തിലാകാം. ഒന്നെങ്കിൽ പ്രാർത്ഥനയുടെ ഉത്തരം യെസ്, അത് ഇമ്മീഡിയറ്റ് മറുപടിയാണ്. യെസ്, യെസ് എന്ന മറുപടി ഉണ്ട്. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ആകാശത്ത് നിന്ന് തീ ഇറങ്ങാൻ നിമിഷങ്ങൾ മാത്രം മതി, 30 സെക്കൻഡ് താഴെ മതി. യെസ്. രണ്ടാമത്തെ പ്രാർത്ഥന, അത് നോ എന്ന് മറുപടി ഉണ്ട്. നോ. യെസ് ഉള്ളപ്പോ തന്നെ നോ ഉണ്ട്. നോ എന്നാണ് മറുപടിയെങ്കിൽ ദൈവത്തിന്റെ കരുതൽ മറ്റൊരു തരത്തിലായിരിക്കാം. ചൂരച്ചെടിയുടെ താഴെ കിടക്കുന്ന ഈ ഏലിയാവ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ ശ്രേഷ്ഠനല്ല, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോണേ എന്ന് പറയുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. നോയ പ്രാർത്ഥനയുടെ മറുപടി. അതിനൊരു കാരണമുണ്ട്. ദൈവത്തിന്റെ കരുതൽ മറ്റൊന്നാണ്. അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളും.
അതേ അവിടെ നിന്ന് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കാനിരിക്കുന്ന മനുഷ്യൻ പറയുക, ചൂരച്ചെടിയുടെ താഴെ ആരോരുമില്ലാതെ മരണപ്പെടണമെന്ന്. ഒരു അനാഥപ്രേതം പോലെ. ഇല്ല, അതിന് ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നോയാണ് മറുപടി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, 3 വട്ടം ഞാൻ അപേക്ഷിച്ച് ഈ ബാധ ശരീരത്തിൽ നിന്ന് മാറിപ്പോകാൻ. പിശാചിന്റെ ദൂതനെ കുത്താൻ ഏൽപ്പിച്ചിരിക്കുക, 3 വട്ടം അപേക്ഷിച്ചിട്ട് മാറിപ്പോയില്ല. അപ്പൊ അതിന്റെ കാരണം പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. അതിന് തൊട്ടുമുമ്പ് പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് കുഞ്ഞെ എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ശക്തി ഞാൻ നിനക്ക് പകരാം. ആ ശൂലം മാറിപ്പോകാൻ വേണ്ടി പൗലോസിന്റെ പ്രാർത്ഥന. ആ ശൂലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവം ഉത്തരം കൊടുത്തില്ല. പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം ഉത്തരം കൊടുത്തില്ല. 3 വട്ടം അപേക്ഷിച്ചു, ഉത്തരം കൊടുത്തില്ല. കാര്യമുണ്ട്. പൗലോസ് അവസാനത്തിൽ പറയുന്ന വാക്കുണ്ട്, ജീവിത സായാഹ്നത്തിൽ പറയുന്ന വാക്ക്, നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം. നിത്യതയിൽ നീതിയുടെ കിരീടം നോക്കിയിരിക്കുന്ന മനുഷ്യന് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 3ാമത്തെ പ്രാർത്ഥനയുണ്ട്, അത് നോയല്ല, വെയിറ്റ്, കാത്തിരിക്കുക എന്ന് പറയുന്നവരോട്. കാത്തിരിക്കുക. ചില പ്രാർത്ഥനകൾ അങ്ങനെയാ, പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല. കാത്തിരിക്കണം. ദൈവത്തിന്റെ ടൈം വരെ അതിനുവേണ്ടി കാത്തിരിക്കണം. സെക്കരിയാവ് എന്ന് പറയുന്ന മനുഷ്യനോട്, പുരോഹിതനോട് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അദ്ദേഹം വിശ്വസിച്ചില്ല. കാരണം കാത്തിരുന്ന് അദ്ദേഹം മടുത്ത് അത് ഉപേക്ഷിച്ചായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ അത് നടക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിനക്കൊരു മകൻ ജനിക്കുമ്പോൾ അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ ജനിക്കുന്നതുവരെ നീ വിശ്വസിക്കായാൽ ഊമനായിരിക്കും. കാത്തിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. വൃദ്ധനാണോ? ഇല്ല, അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. പരിമിതികളും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. കാത്തിരിക്കുക. ചില പ്രാർത്ഥനകൾ അതെ കാത്തിരുന്ന് മേടിക്കണം. അത് ദൈവത്തിന്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ടൈം ആയിരിക്കത്തില്ല. ദൈവിക സമയമുണ്ട്, ദൈവത്തിന്റെ ടൈമുണ്ട്. ദൈവത്തിന്റെ ടൈമിന് വേണ്ടി കുഞ്ഞെ നീ ചിലപ്പോ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ശമൂവേൽ ബാലന് വേണ്ടി ഹന്ന കാത്തിരുന്നത് പോലെ, ഇസഹാക്കിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നത് പോലെ മഴ പെയ്യാൻ അതേ 7 പ്രാവശ്യം, അതെ 6 പ്രാവശ്യവും കാണാത്ത 7ാം പ്രാവശ്യം കൈപോലെ മേഘം കാണുന്നത് വരെ പ്രാർത്ഥന തുടർന്ന ഏലിയാവ്. പ്രാർത്ഥന 1ാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിട്ടും ആകാശമണ്ഡലത്തിൽ അതേ യുദ്ധം ചെയ്തുകൊണ്ട്, അതേ ആകാശ ശക്തികളോട് യുദ്ധം ചെയ്തുകൊണ്ട് ദൂതൻ നിന്ന് 21ാമത്തെ ദിവസമാ ദാനിയേലിന്റെ പക്കൽ മറുപടി എത്തിച്ചേർന്നത്. ആകാശ മണ്ഡലത്തിലെ യുദ്ധം നടക്കുക. പാഴ്സിപ്രഭുവിനോട് അതേ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദേശത്തിന്റെ അധിപതിയായ പ്രഭുവിനോട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. മിഖായേൽ വന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥന തുടർന്നു. 21ാമത്തെ ദിവസമാ മറുപടി വന്നത്. ചില പ്രാർത്ഥനകൾ എങ്ങനെയാ? വെയിറ്റ്. അടുത്തൊരു വാക്ക് പറയുന്നത്, ഞാൻ നിനക്ക് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ലോ. മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. മഹത്വമായത്. ഇത് മറ്റൊരു തരത്തിൽ ഒരു ട്രാൻസ്ലേഷൻ കണ്ടു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും നമ്മളിലൂടെ. ചില പ്രാർത്ഥനകൾക്ക് മറുപടി എങ്ങനെയാ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും. അഗോചര കാര്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മറനീക്കി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. ഇത് ഇവിടെ മാത്രമല്ല, നിത്യതയിൽ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളും കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. നിത്യതയുടെ പ്രകാശനം നമുക്ക് തരും. യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ മാത്രമല്ല, നിത്യതയുടെ ദർശനത്തിന്റെ ആ ഗ്ലിംസസ്, ആ ലൈറ്റ് കൂടി നമുക്ക് തരും. മഹത്വവും അതാണ് ഏറ്റവും ഫൈനലായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമുക്കുള്ള കാര്യം. അതാ മഹത്വവും അഗോചരവുമുള്ള കാര്യം. എന്നാൽ ഈ ലോകത്തിന്റെ ഗ്ലിംസസൂടെ കർത്താവ് നമുക്ക് വേണ്ടി നൽകി തരും. മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകി തരുന്ന കാരണങ്ങളുണ്ട്. ഇന്ന് ആ വചനത്തിനകത്തേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇതൊരു പ്രാർത്ഥനയാ. ഈ ഒരു ഇൻവിറ്റേഷൻ. 2 പ്രോമിസ്. ഞാൻ ഉത്തരമരുളും. പ്രോമിസ് ചെയ്ത് ദൈവം ഉത്തരമരുളുക തന്നെ ചെയ്യും. ഉത്തരം ഏതായിരുന്നാലും നിനക്കറിയും. 3 മഹത്വവും അഘോഷരവുമായുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, നീ ഒരു മഹത്വമാകും. പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് മഹത്വമാകും. നീ തന്നെ ഒരു മഹത്വമായി, ദൈവത്തിന്റെ മഹത്വമായി നീ മാറ്റപ്പെടും. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. കർത്താവേ,
പ്രാർത്ഥനകൾക്ക് ഞങ്ങൾക്ക് മറുപടി അയക്കും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നതിനായി നന്ദി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ മറയാം. ഗഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.